friends, welcome to channel. 𝙑𝙞𝙙𝙬𝙧𝙗 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഡെസ്ക് ലാമ്പാണ്, ഒരു ചീപ്പ് ഡെസ്ക് ലാമ്പാണ്. ആക്ച്വലി ഇത് സീഫ്ടോങ് എന്ന് പറഞ്ഞൊരു ചൈനീസ് ബ്രാൻഡാണ് സംഭവം. ഇതിൻ്റെ നമുക്ക് കുറച്ച് പേർക്ക് കമൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് എന്താ പറയുക ഡെസ്ക് ലാമ്പുകൾ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിപ്രോൻ്റെ സംഭവങ്ങളൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഏത് നേരം നമുക്ക് പ്ലഗ് ചെയ്തിട്ട് ഫുൾ ടൈം യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അത് ബാറ്ററിയുള്ള ടൈപ്പാണ്. അപ്പോൾ അങ്ങനത്തേന് ഈ ഫുൾ ടൈം പ്ലഗ് ചെയ്താൽ ചിലപ്പോൾ ബാറ്ററി കട്ട് ഓഫ് ഫീച്ചറൊന്നും ഇല്ലാത്ത ടൈപ്പുകളാണത്. എന്നുവെച്ചാൽ ഒരു അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിലാണ് എല്ലാം വരുന്നത്. പിന്നെ അപ്പോൾ ഈ നമുക്ക് ഫുൾ ടൈം കത്തിച്ച് ഉപയോഗിക്കാനുള്ള നമുക്ക് പണ്ട് നമ്മൾ ഉപയോഗിക്കില്ലേ, അതുപോലത്തെ ടൈപ്പ് ഒരു ലാമ്പാണിത്. ഇത് 500 രൂപയുടെ താഴേക്ക് റേറ്റ് വരുന്നുള്ളൂ. പിന്നെ കളർ ഓപ്ഷൻ നമുക്ക് ബ്ലൂ, വൈറ്റ്, പിങ്ക്, യെല്ലോ അങ്ങനത്തെ കുറേ മൾട്ടി കളറിൽ അവൈലബിൾ ആണ്. ഇത് വൈറ്റ് ഉണ്ട്. പിന്നെ ടച്ച് കൺട്രോൾ സംഭവമൊക്കെ വരുന്നത്. പിന്നെ 15 LEDs ആണ്, നല്ല ബ്രൈറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ 3 ബ്രൈറ്റ്നസ് കൺട്രോളും വരുന്നുണ്ട്. പിന്നെ ചീപ്പാണ്. പിന്നെ നമുക്ക് ഈ സംഭവം മടക്കി ഓടിക്കുക അങ്ങനത്തെ ടൈപ്പാണ്. ഇത് ഫ്ലെക്സിബിൾ ടൈപ്പാണ്, ഫുള്ളി ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ പവർ ബാങ്ക് വെച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അഡാപ്റ്റർ കുത്തിയിട്ട് നമുക്ക് പ്ലഗ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ മോഡൽ നമ്പറാണ് HGBL001. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കിട്ടും, ആമസോൺ ലിങ്ക് കിട്ടും. USB ആണ്, ടച്ച് സ്വിച്ച് ഉണ്ട്, അതുപോലെ ഫ്രീ ട്വിസ്റ്റഡ് ട്യൂബാണ്, 3 ലെവൽ ബ്രൈറ്റ്നസ് ആണ്, ഐ പ്രൊട്ടക്ഷൻ മോഡുണ്ട്, LED ലോങ് ലൈഫ് ആണ് വരുന്നത്, 14 പീസ് ബ്രൈറ്റ് SMD LED ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സോഫ്റ്റ് ആൻഡ് ബ്രൈറ്റ് ലൈറ്റ്നിങ്, ഇതൊക്കെ നമ്മുടെ സെയിം സംഭവങ്ങൾ തന്നെ. ബാക്കി വേറെ ഡീറ്റെയിലുകളും സംഭവമൊന്നുമില്ല, പ്രൈസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അതിൽ പ്രൈസ് കിട്ടും. അപ്പോൾ നമുക്കിത് ഞാൻ ഓൾറെഡി ഇത് ഉപയോഗിച്ച് നോക്കിയാന്ന് വെച്ചാൽ വലിയ ബ്രാൻഡഡ് സംഭവമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിചയപ്പെടുത്താണ്ട് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഒന്ന് ഉപയോഗിച്ച് നോക്കിയിരുന്നു. അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ട് ശരിക്കും അൺബോക്സിങ് അല്ല ഇത് കണ്ടു. ഞാൻ വയറൊക്കെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ആക്കി കണ്ടു. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ മടക്കി എടുത്ത് ഓടിച്ച് ഉള്ളിൽ വയ്ക്കാം. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ അതിൻ്റെ ഒരു കാരണം. പിന്നെ ബിൽഡ് ക്വാളിറ്റി നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, ഇത് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് സംഭവം. ലൈറ്റ് വരുന്നുണ്ടോ, ഇവിടെ ടച്ച് ബട്ടണാണ്, ഇത് സ്വിച്ചൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഇവിടെയാണ് കണ്ടോ, ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി വലിയ മോശമൊന്നുമില്ല, എന്ന് വെച്ചാൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കേബിൾ വരുന്നത്. അപ്പോൾ നമുക്കിത് കേബിൾ ഇവിടെ കുത്തി വയ്ക്കണം. ഓൾറെഡി ഇതിൽ ബാറ്ററി ഇല്ല. അപ്പോൾ സൈഡിൽ കണ്ടോ, ഇവിടെ ഒരു ഇതുണ്ട്. ഇവിടെ നമുക്ക് കുത്തി കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഇത് പവർ ബാങ്കിൽ ഇപ്പോൾ കുത്തിയിരുന്ന് കാണിച്ചു തരാം. സാംസങ്ങിൻ്റെ പവർ ബാങ്കാണ്. ചെറിയൊരു പവർ ഇപ്പോൾ ഉള്ളതിൽ കഴിയാറായിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ഓക്കെ, കണ്ടോ കത്തി. അപ്പോൾ ഇത് ഒരു മോഡാണ്. നമുക്കിവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട് 3 മോഡുണ്ട്. ഇത് ഓഫ്, ഇത് ഏറ്റവും കുറഞ്ഞത്, കൂടിയത് അതിന് ഏറ്റവും കൂടിയതുണ്ട്. നല്ല ലൈറ്റ് വരുന്നുണ്ട് കണ്ടോ, അത്യാവശ്യം നല്ല ലൈറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ വായിക്കണമെങ്കിൽ കണ്ടോ നല്ല ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അപ്പോൾ ചീപ്പ് ഒരു സംഭവം ഡെസ്ക് ലാമ്പ് വെറുതെ ലുക്കിന് വെക്കുകയാണെങ്കിലും നല്ല ലുക്കും അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ട്. ടച്ച് കൺട്രോൾ സംഭവമൊക്കെയാണ്. അതുപോലെ മൾട്ടി കളർ കിട്ടും. ലുക്കിന് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് വാങ്ങിച്ചാൽ മതി. പക്ഷേ ഭയങ്കര ചീപ്പുമാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാനാണെങ്കിലും ഇപ്പോൾ അത്യാവശ്യം ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ടൈമിന് വേണ്ടിയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ റേറ്റ് കുറവാണ്, അത്യാവശ്യം ക്വാളിറ്റിക്ക് ഉണ്ട്. ഇതിൽ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസുകളൊക്കെ കുറവാണ്. വെച്ചാൽ അധികം ഇലക്ട്രോണിക് സംഭവങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ബാറ്ററി ഇല്ല, ഡയറക്റ്റ് കണക്ഷൻ LEDകളും സ്വിച്ചുകളും മാത്രമേ വേറെ ഒന്നും ഇല്ല കാര്യമായിട്ട്. അപ്പോൾ കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ കുറേ പേര് കണ്ടുപോകുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അതുപോലെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. എല്ലാ കമൻറ്റും റിപ്ലൈ തരുന്നതാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എല്ലാ കമൻറ്റും റിപ്ലൈ തരുന്നൊരു ഇതുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവരുടെ കമൻറ്റ് റിപ്ലൈ തരാണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും കുറേ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ റിപ്ലൈ എന്തായാലും മാക്സിമം ഫാസ്റ്റ് ആയിട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.